friends, welcome back to Aziz New World. ഇന്ന് ഞാൻ എന്റെ ബഹറിൻ വീട്ടിലെ ഹോം ടൂർ ആണ് എടുക്കാൻ പോകുന്നത്. പുതിയ വീടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനും കാണണേ. എല്ലാപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് നേരെ വീഡിയോ എടുക്കാം, പോവാം. അപ്പൊ ഇതാണ് എന്റെ മെയിൻ ഡോർ. വാ, ഇതൊരു ഷൂറേക്കാണ്. ഞങ്ങൾ ഡോറിന്റെ പുറത്താണ് വെച്ചിട്ടുള്ളത്. ഡോർ തുറക്കാം. ഡോർ തുറന്ന പാട് തന്നെ ഒരു പാസേജ് ആണ്. പാസേജിൽ കൂടി നേരെ പോയി ലെഫ്റ്റ് എടുത്താൽ തന്നെ ഞങ്ങളെ കിച്ചൺ ഉണ്ട്. കിച്ചണിന്റെ സൈഡിലായിട്ട് തന്നെ ഒരു കുക്കിംഗ് റേഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുക്കിംഗ് റേഞ്ചിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കബോർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ വാഷിംഗ് മെഷീനും കിച്ചണിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡിഷ് റാക്ക്, എയർ ഫ്രയർ സ്റ്റാൻഡ്, മിക്സി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സൈഡിലാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. മേലായിട്ട് കബോർഡുകളും ഉണ്ട്. പിന്നെ ഡോറിന്റെ ബാക്ക് സൈഡിലായിട്ട് തന്നെ ഞങ്ങൾ ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. ഈ പ്രോഡക്ട്സ് ഒക്കെ ഞങ്ങൾ തെങ്ങുന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ലിങ്ക്സ് വേണമെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളെ കിച്ചൺ ഇഷ്ടമായോ? ഇനി പുറത്തേക്ക് ഇറങ്ങി ആ പാസേജിൽ കൂടി തന്നെ നേരെ പോയാൽ വലിയൊരു ഹാളാണ്. ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഞങ്ങൾ ലിവിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സ്പേസ് ഉള്ള ഹാളാണ്. വാ, അപ്പോൾ ഇവിടെയാണ് ഞങ്ങളെ സോഫ വെച്ചിട്ടുള്ളത്. സോഫയുടെ ഓപ്പോസിറ്റ് ആയിട്ട് TV സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ 1 month ആയിട്ടേ ഉള്ളൂ ഇവിടെ എത്തിയിട്ട്. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. എൻ്റെ ഹെമിലിൻ്റെ ഹൈ ചെയറാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഹാൾ. അയ്യോ, ഒരു മെയിൻ കാര്യം കാണിച്ചു തരാൻ മറന്നുപോയി. ബാൽക്കണി അത്ര തുറക്കലില്ല. കാരണം ഹംസും ഹെമിലൊക്കെ താഴോട്ട് നോക്കാൻ ചാൻസ് ഉണ്ട്. അതത്ര സേഫ്റ്റി അല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ബാൽക്കണി അത്ര തുറക്കലില്ല. ഇവിടെ ചെടികളൊക്കെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചെയ്യുമ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാട്ടോ. ഈ ഹാളിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ബാത്റൂമും റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ സൈഡിലായിട്ട് ഞങ്ങൾ കോമൺ ബാത്റൂം ഉണ്ട്. ഞങ്ങൾ കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്ന ബാത്റൂമാണ്. പിന്നെ ബാത്റൂമിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാലോ. ഡോറിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഞങ്ങൾ ബാത്റൂം ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ളത്. വൈപ്പർ, മോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ബാത്റൂമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളെ ബാത്റൂം. പിന്നെ ബാത്റൂമിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഞങ്ങളെ പ്ലേയിങ് റൂം. ഈ റൂം അത്ര ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ കളിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു റൂമാണ്. ഇവിടെയാണ് എൻ്റെ പിയാനോ ഉള്ളത്. ഇവിടെ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് പിയാനോ വായിക്കാൻ അത്ര സമയം കിട്ടിയില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കും. ഇതന്നെയാണ് എൻ്റെ സ്റ്റഡി ടേബിളും. പിന്നെ ആ പാസേജ് കൂടി നേരെ പോയാൽ ഞങ്ങളെ മാസ്റ്റർ ബെഡ്റൂം എത്തി. ഇതാണ് ഞങ്ങളെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിൽ കയറിയാൽ തന്നെ ഒരു കിങ് സൈഡ് ബെഡുണ്ട്. കിങ് സൈഡ് ബെഡിന്റെ സൈഡിലായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിളും ഉണ്ട്. അത്യാവശ്യം നല്ല ഡ്രോറും സ്പേസൊക്കെ ഉള്ള ഒരു ഡ്രസ്സിംഗ് ടേബിളാണ്. ഞങ്ങൾ ഡ്രസ്സൊക്കെ എവിടെയാണ് സ്റ്റോറേജ് ചെയ്യല്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ഞങ്ങൾ വലിയൊരു കബോർഡ് ഉള്ളത്. എൻ്റെ യൂണിഫോംസും എൻ്റെ ഡ്രസ്സെല്ലാം എവിടെയാണ് ഉള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ബെഡ്റൂം ഫർണിച്ചറിൽ. പിന്നെ ഇവിടെയാണ് കേട്ടോ ഞാൻ കിടക്കാറ്. ഞാൻ ഇവിടെയാണ് ഉറങ്ങാറൊക്കെ ചെയ്യുന്നത്. പിന്നെ ഈ ബെഡ്റൂമിൽ ഒരു ബാൽക്കണി ഉണ്ട്. ക്ലോത്തൊക്കെ ഇവിടെയാണ് ഡ്രൈ ചെയ്യാറ്. ഞങ്ങളിവിടെ
തീരെ പോവല്ല. കാരണം അതിൻ്റെ റെയിൽ കണ്ടില്ലേ, അതിൻ്റെ കുറേ ഗ്യാപ്പ് ഉണ്ട്. അതിൽ ഹാംസും ഹെമിലൊക്കെ വിൽക്കാൻ ചാൻസ് ഉണ്ട്. ഈവൻ ഞാൻ പോലും വിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീരെ പോവലില്ല. പോവാൻ എന്നെ സമ്മതിക്കലില്ല. ഇത്രേ ഉള്ളൂ ഞങ്ങൾ മാസ്റ്റർ ബെഡ്റൂം. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. ഈ മാസ്റ്റർ ബെഡ്റൂമിലും ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. ഇതും ഏകദേശം അതിനെപ്പോലെ തന്നെ സെയിം ബാത്റൂമാണ്. അതേപോലെ തന്നെ സൈസും അതേപോലെ തന്നെ സാധനങ്ങളും അങ്ങനെയുള്ളൊരു അതേപോലത്തെ സെയിം ആയിട്ടുള്ളൊരു ബാത്റൂമാണ്. ഉമ്മയും ഉപ്പയൊക്കെ യൂസ് ചെയ്യുന്ന ബാത്റൂമാണ്. ഞങ്ങൾ കുട്ടികൾ കോമൺ ബാത്റൂമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീട്. എൻ്റെ വീട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ബഹ്റൈനത്തെ വീട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.